വയനാടിനെ സഹായിക്കാൻ കോഴിക്കോട് ജില്ലയിൽ 650 ബസ്സുകൾ ഓടി. ബസ്സുകളുടെ ഒരു ദിവസത്തെ വരുമാനം കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വയനാടിലെ ദുരിതബാധിതർക്ക് 25 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലേക്ക് നൽകും. വയനാടിന് ഒരു കൈസഹായമാകാൻ കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ 650-ൽ പരം ബസ്സുകൾ വ്യാഴാഴ്ച സർവീസ് നടത്തി. ഈ ബസ്സുകളുടെ വ്യാഴാഴ്ചത്തെ വരുമാനം അസോസിയേഷന്റെ സംസ്ഥാനതല സംഘടനയായ കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വയനാട്ടിലെ ദുരിതബാധിതർക്ക് 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയിലേക്ക് നൽകും. ഞങ്ങൾ കഴിഞ്ഞ തവണയും ഇതേമാതിരി വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഒരു 3.5 കോടിയുടെ അടുത്ത് ഏകദേശം ഞങ്ങൾ ഇങ്ങനെ പിരിച്ചെടുത്ത പൈസ മുഴുവൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞങ്ങൾ കൊടുത്ത ആളുകളാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ ടാക്സ് അടച്ച ഇൻഷുറൻസ് അടച്ച എല്ലാ വണ്ടികളും ഈ ഒരു കാര്യത്തിന് ഞങ്ങൾ വളരെയധികം റിസ്ക് എടുത്തിട്ട് അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, അതായത് ഒരു പുതുജീവൻ കിട്ടുന്ന ആളുകൾക്കും നിലവിലുള്ള ആളുകൾക്കും ഒരു ആശ്വാസം ആകുന്ന കാര്യത്തിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മറ്റും ആണെങ്കിലും വയനാട്ടിലെ ആ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കണം എന്നുള്ളൊരു ആത്മാർത്ഥതയോടുകൂടിയാണ് ഞങ്ങൾ ഈ സംരംഭം ഒരുക്കിയത്. ബസ്സുകൾ രാവിലെ കളക്ടറേറ്റ് പരിസരത്ത് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KT വാസുദേവൻ, സെക്രട്ടറി ബീരാൻ കോയ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാട്ടുകൂട്ടം നാടൻ കലാ പഠന ഗവേഷണ അവതരണ സംഘം 25-ാം